2-3 ദിവസമായിട്ട് ഫ്രിഡ്ജിലിരിക്കുന്ന ഒരു ഐറ്റമാണ് കേട്ടോ ഈ ചക്ക. നല്ല മധുരമുള്ള ചക്കയാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്തായാലും ഇത് കൊണ്ടൊരു പായസം ഉണ്ടാക്കാമെന്ന് വെച്ചു. ഞാൻ അതിനെ നന്നായിട്ടൊന്ന് അരച്ച് പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിനെ ഒന്ന് പാനിലിട്ട് ഇതുപോലൊന്ന് വിട്ട് വരുന്ന ടൈമിൽ ഞാനിതിലേക്ക് നമ്മൾ ഉരുക്കിയെടുത്തിട്ടുള്ള ശർക്കര പാനി ഉണ്ടല്ലോ, അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു ബൗളോളം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് കട്ടയൊന്നും ഇല്ലാണ്ട് നന്നായിട്ട് ഇതുപോലൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. നന്നായിട്ട് മിക്സാക്കി എടുത്ത് ഒന്ന് തിള വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് 2 ബൗള് പശുവിൻ പാൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ പശുവിൻ പാലൊക്കെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്കിതിലേക്ക് കുറച്ച് മധുരത്തിന് ആവശ്യം, നമ്മുടെ പായസമാകുമ്പോൾ കുറച്ച് മധുരം മുന്നിട്ട് നിൽക്കണമല്ലോ, അതുകൊണ്ടൊരു 3 ടീസ്പൂണോളം പഞ്ചസാരയും 4-5 ഏലക്കയും കൂടി ഇട്ട് ഒന്ന് പൊടിച്ചെടുത്തതാണ് കേട്ടോ. അതും കൂടി ചേർത്ത് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതെല്ലാം ചെയ്തപ്പോഴത്തേക്കാണ് ഓർമ്മ വരുന്നത് നെയ്യ് അങ്ങനെ അത്യാവശ്യം ഇല്ല കേട്ടോ, കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഉള്ള നെയ്യിലേക്ക് ഞാൻ കിസ്മിസ് വറുത്തെടുത്തു. അതിനുശേഷം ഞാൻ ഇതിലേക്ക് ഒരു ബൗളോളം ചൗവരിയാട്ടോ ചേർത്ത് കൊടുക്കുന്ന, ചൗവരിയും കൂടെ ചേർത്ത് കൊടുത്ത് ഈ ഒരു കൺസിസ്റ്റൻസി ആകുമ്പോഴത്തേക്ക് ടെക്സ്ചർ ആകുമ്പോഴത്തേക്ക് ഞാൻ തീ ഓഫ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം നെയ്യിലിട്ട് വറുത്ത കിസ്മിസും അതായത് ഉണക്കമുന്തിരിയും പിന്നെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് കുഞ്ഞു ചക്കയുടെ പീസസ് ഉണ്ടല്ലോ, അതും കൂടി ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ചക്ക പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും എളുപ്പം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.